അതിദാരുണമായ ഒരു അപകടമാണ് ഇന്നലെ ചെന്നൈക്ക് സമീപം വിഴുപ്പുരത്ത് വെച്ച് ഉണ്ടായത്. ഇതിൽ വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിലെ തൊഴിലാളികളായ രാജൻ ഒപ്പം രജനി എന്നിവരുടെ മകൾ ജസ്ന രാജൻ 9 വയസ്സ് വണ്ടിപ്പെരിയാർ സെൻറ്റ് മാത്യൂസ് LP സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് മരണപ്പെടുകയാണ് ഉണ്ടായത്. വാഹനം അതായത് മേൽമരുവത്തൂർ എന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോയി തിരികെ വരുന്ന വഴിക്ക് തിരുവണ്ണാമലൈ എന്ന മറ്റൊരു അമ്പലത്തിലേക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് പോവുകയും അവിടെ ബാക്കിയുള്ളവർ ഇറങ്ങുകയും ചെയ്തു. ഈ സമയം കുട്ടിയുടെ മാതാവും പിതാവും ഒപ്പം കുട്ടിയും റോഡിന് വശത്തായി ചെല്ലുകയും അവിടെ നിന്നും സാധനങ്ങൾ എന്തോ വാങ്ങിക്കാൻ നിൽക്കുകയുമായിരുന്നു. ഈ സമയത്ത് വലിയ ഒരു വളവാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നത്. ആ വളവിനോട് ചേർന്നുള്ളൊരു ഭിത്തിയിൽ വാഹനം ചെന്ന് ചേരുകയും ഒപ്പം വാഹനത്തിൻ്റെ പുറകുവശത്തെ വീലിൻ്റെ സൈഡിലായിട്ട് തന്നെ ഈ കുട്ടിയും പെടുകയാണ് ഉണ്ടായത്. മുഖത്തിനോ മറ്റ് ശരീരഭാഗങ്ങൾക്ക് എവിടെയും തന്നെ അപകടത്തിൽ പരിക്കുകൾ ഉണ്ടായിട്ടില്ല. നെഞ്ച് ഒപ്പം വയറും കൂടി ഈ ബസ്സിൻ്റെ ഇടയിലും അതോടൊപ്പം ബസ്സിനും ഭിത്തിക്കും ഇടയിൽ പെടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഉടൻ തന്നെ അവിടെ നിന്നും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ട് നൽകുകയാണ് ഉണ്ടായത്. ഏതാണ്ട് രാത്രി 10 മണിയോടുകൂടിയാണ് ജന്മനാട്ടിൽ, അതായത് വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിലെ ജന്മനാട്ടിൽ വീടിനോട് ചേർന്നുള്ള പന്തലിൽ ജസ്നയുടെ മൃതദേഹം എത്തിച്ചത്. നാളെ ഉച്ച കഴിഞ്ഞ സംസ്കാര ചടങ്ങുകൾ നടക്കും. വണ്ടിപ്പെരിയാർ സെൻറ്റ് മാത്യൂസ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ജസ്നയെ അവസാനമായി ഒന്ന് കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കണ്ണീരിൽ കുതിർന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഒട്ടനവധി ആളുകളാണ് ജസ്നയെ ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ അലമുറയിട്ട് കരയുന്ന കാഴ്ചയും കൂടി നമ്മൾ കാണേണ്ടി വന്നു. നാളെ ഉച്ച കഴിഞ്ഞതോടുകൂടി വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റ് പൊതു ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും.